എഞ്ചിനകത്ത് എന്തോ ശബ്ദം പോലെ. എഞ്ചിനകത്ത് ശബ്ദം ഉണ്ടാവാൻ വഴിയില്ല. അതിന് വല്ലതും പൊട്ടിയതാവും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അതല്ല, വേറെന്തോ ശബ്ദമുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ശബ്ദമായിരിക്കും. അതല്ല, കണ്ടില്ലേ ശബ്ദം? കണ്ടില്ലേ? ഒന്ന് ഓടിച്ചു നോക്ക്. ശരി, പക്ഷെ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. വർഗീസ് നോക്കും. വർഗീസ്, ഒന്നുമില്ല. നീ നിന്റെ വീടിനടുത്തേക്ക് ഓടിച്ചോ. ചെറിയ വല്ല കുഴപ്പമാണെങ്കിൽ നമുക്ക് നാളെ നോക്കാം. വണ്ടി നിർത്തു. എന്തോ ശബ്ദം കേട്ടല്ലോ. തന്റെ സൗകര്യമില്ല നിൽക്കുന്നത്. അതെ, വീട്ടിലേക്കല്ലേ? കയറ്റിക്കോളൂ, ഞാൻ ബാക്കിലിരുന്നോളാം. ഉമേ, വാ, പുറകേക്ക് ഇറക്കും. ഇന്നെന്താ നേരത്തെ? ഗോപി ഉമ്മയും വരുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം. ഈ വീട്ടിലെ അസൗകര്യ നിമിത്തം നമുക്ക് സ്വല്പനേരം സ്വൈരമായി സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. അതെങ്ങനെ? എപ്പോഴും ഗൗരവക്കാരനല്ലേ? ഞാൻ പ്രായം കുറഞ്ഞൊരു വയസ്സനാണ്. ചെറുപ്പത്തിലെ ധാരാളം ചുമതല ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഈ നഷ്ടം സീതയ്ക്കാണ്. എനിക്ക് നഷ്ടം തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ ഒരു കാമുകനെ പോലെ പെരുമാറാൻ പോവുകയാണ്. എഞ്ചിനകത്ത് തകരാറൊന്നുമില്ല. ഞാനെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നാളെ വർക്ക്ഷോപ്പിലേക്ക് കൊടുത്തയച്ചാൽ മതി. ശരി. നിനക്കെന്ന് ബസ് കിട്ടിയില്ലേ? ഇല്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഗോപിച്ചേട്ടൻ കാർ ഓടിച്ചോണ്ട് വന്നു. എന്നോട് കയറാൻ പറഞ്ഞു. വല്ലവരുടെയും കാറിൽ ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചതാണ്. ഗോപിച്ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ കേറിപ്പോയി. ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചോണ്ട് വന്നപ്പോഴാണ് ഉമയെന്തോ തെറ്റ് ചെയ്ത മട്ടിലാണല്ലോ സംസാരിക്കുന്നത്. ഗോപി ഓടിക്കുന്ന വണ്ടിയിൽ നിന്നെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കി. അതിലെന്താ തെറ്റ്? വർഷാപ്പുള്ള ആളിലൊക്കെ അങ്ങനെയാണ്. നീ വടാത്ത ഉമേ, ഇതാ പൂവ്. നീ കുറച്ചെടുത്തോളൂ. ബാക്കി കേട്ടത്തിമ്മയ്ക്ക് വെച്ചേക്ക്. പ്ലാനെല്ലാം തെറ്റി. ഇനി ഉമേ, ഗോപി, എന്താ ചേട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് വയ്ക്കും? നമുക്ക് ഒരുമിച്ച് പോകാൻ ചേട്ടാ. അയ്യോ, എനിക്ക് ഒരുപാട് തയ്ക്കാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാൻ ചേട്ടാ. അയ്യോ, ചേട്ടനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് ഞാൻ കൂടെ വരുന്നത് ശരിയാണോ? ഉമ്മ ചേട്ടന്റെ കൂടെ പോയിക്കുള്ളൂ. എനിക്ക് സിനിമ കാണണ്ട. എടി മണ്ടി, നമുക്ക് രണ്ടുപേർ കൂടി പോകാം. എന്താ എന്ത് പറ്റി? സൂചി കൈ കൊണ്ടു. നിനക്കിത് വല്ല പരിചയമുണ്ടോ? ഇല്ല. പാവം, നീ എന്റെ അടുത്തിരുന്നാൽ മതി. ഞാൻ അടുത്തിരിക്കാം. തയ്ച്ചോളൂ. എന്താ മറിയാമ്മേ? കൊച്ചിനെ പെട്ടെന്ന് ചന്നി പോലെ ഒന്ന് പോകല്ലാണ്ട് കിടക്കണോ? ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. ഞാനിപ്പോ എങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം? ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം. മറിയാമ്മ നേരം വെളുക്കുമ്പോൾ ആശുപത്രി വന്നേച്ചാൽ മതി. ഇവിടെ കൊച്ചുങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ. ആപത്ത് സമയത്ത് വാസുവിന് കർത്താവിനെ എത്തിച്ചത്.
ഞാൻ എന്റെ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ആ പെണ്ണിനെ എന്റെ കാറിൽ കയറ്റി. ഞാൻ എന്റെ നിസ്സാര ബുദ്ധി ഉപയോഗിച്ച് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്റെ മുറിയിലേക്ക് കയറ്റി. പക്ഷേ അവളുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. ആ എന്റെ മുറിയിൽ എന്റെ അച്ഛനല്ലാതെ വേറെ ആരും ഇല്ല. നീ വാ, എനിക്ക് നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ഞാൻ ഇല്ല, മണിനാലാകാറായി. ആ ഗോപിയെ കൂടി നമ്മുടെ കമ്പനി ചേർക്കണം. എന്നാൽ എന്റെ പ്ലാൻ നടക്കൂ. നമുക്ക് വർഷാവിൽ പോയി അവനെയും കൂട്ടിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. വാ. ഞാൻ ബാലാ, നിങ്ങൾ ജോലി ചെയ്യില്ലെങ്കിൽ ചെയ്യണ്ട. ജോലി ചെയ്യാത്തവർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ ബാലിന് നഷ്ടപരിഹാരം കൊടുക്കണം. അവൻ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഹാൻഡിൽ തട്ടി കൈയൊടിഞ്ഞത്. അതിന് ഞാൻ എന്തിനാണ് നഷ്ടം കൊടുക്കുന്നത്? എന്നാലും മുതലാളിയുടെ വർഷാപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ കൈയൊടിഞ്ഞത്? അതിന് ആശുപത്രിയിൽ അയച്ചു, അതിന്റെ ചിലവും വഹിച്ചു. അങ്ങനെ മനഃപൂർവ്വം ആരും കൈയൊടിക്കോ മുതലാളി? ഞങ്ങളിങ്ങനെ ചുമ്മാ രൂപ തരാൻ തുടങ്ങിയാൽ നിങ്ങൾ മനഃപൂർവ്വം കൈയൊടിക്കും. എന്താ ഗോപിയുടെ? എന്താ മുതലാളി പ്രശ്നം? ജോലി ചെയ്യാതെ കൂലി വേണം. നിങ്ങൾ പറ ഇതിന്റെ മര്യാദ. നിങ്ങൾ രണ്ടുപേരും കൊള്ളാവുന്ന രണ്ട് മുതലാളിമാരുടെ മക്കളാണല്ലോ. നിങ്ങൾ പറയും പോലെ ചെയ്യാം. ആ മുതലാളിമാരുടെ മധ്യസ്ഥതയൊന്നും ഞങ്ങൾ വിടുന്നില്ല. ഇയാളുടെ കൈയൊടിഞ്ഞ് ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇപ്പൊ പ്രശ്നം മനസ്സിലായി. ഗോപി, സ്വല്പ നേരം ക്ഷമിക്കണം. ആട്ടെ, ഞങ്ങളുടെ മധ്യസ്ഥയ്ക്ക് വിട്ടോ? വിട്ടു. ശരി, എന്നാൽ ഇയാൾക്ക് നഷ്ടപരിഹാരം മുഴുവൻ കൊടുക്കണം. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! സ്കൂളിലേക്കാണോ? സ്കൂളിലേക്കാണോന്ന്? അതെ. ഞാനും അതുവഴിക്കാ പോകുന്നത്. വിരോധമില്ലെങ്കിൽ കാറിൽ ഞാൻ അവിടെ കൊണ്ട് വിട്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഉമയുടെ സഹോദരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉമ കാറിൽ കയറുമായിരുന്നില്ലേ? എന്നെ പറ്റി ഒരു മുതലാളിയുടെ ബോർണായ മകനാണെന്നായിരിക്കും ധാരണ. ഞാൻ അങ്ങനെയൊന്നും ധരിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും ഈ കാറിൽ കയറിയ സ്കൂളിനടുത്ത് ഇറങ്ങിയാലെന്ത്? ഞാൻ അതുവഴിക്കാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ പെട്രോളിന്റെ ചെലവ് പോലും ഇല്ല. വരൂ, കയറൂ. ഉമയുടെ സഹോദരൻ എന്റെ സ്നേഹിതനായതുകൊണ്ടാണ് ഉമ നടന്നു പോകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ കാറ് നിർത്തുന്നത്. പരിഷ്കാരികളായ സ്ത്രീകൾ നാണം കുണികളായാലോ? ഞാൻ നാണം കുണിങ്ങിയൊന്നുമല്ല. ആണും പെണ്ണും കൂടെ കണ്ടാൽ ലോകം ഇടിഞ്ഞു വീഴുമെന്നുള്ള ധാരണയൊക്കെ പഴഞ്ചനാണ്. ഉമയെ ഞാൻ എന്റെ ഗേൾഫ്രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഉമേ, വൈകിട്ട് ഞാനിവിടെ വരാം. സാധാരണ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നാക്കാം. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ബൈ ബൈ.